റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശദ്ദിൻ നാസി ബലാഅൻ അൽ അംബിയ. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും ശക്തമായി പരീക്ഷിക്കുക നബിമാരെയാണ്. അതിനെന്തു മനസ്സിലാക്കണം? പരീക്ഷണങ്ങൾ വരുന്നത് അള്ളാന്റെ വെറുപ്പ് കൊണ്ടല്ല, അള്ളാഹുവിന് തൃപ്തിയായത് കൊണ്ടാണ്. ആ അടിമനെ അള്ളാഹു ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു, ആ അടിമയെ അള്ളാഹു സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു, പരിഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ അടയാളമാണ് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫയുബ്തല അർറജുലു അലാ ഹസബി ദീനി. ഒരാൾ പരീക്ഷിക്കപ്പെടുക അയാളുടെ ദീനിന്റെ തോതനുസരിച്ചാണ്. ദീൻ നല്ലോണം ഉണ്ടെങ്കിൽ വഇൻ കാന ദീനുഹു സുൽബൻ, നല്ല ഉറച്ച ദീനുണ്ട് അയാൾക്ക്, ഒരടുമണി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത രീതിയിൽ അള്ളാഹുവിന്റെ ദീനിനെ മാറോട് ചേർത്ത് കെട്ടിയിട്ടവനാണ് എങ്കിൽ ഇഷ്തദ്ദ ബലാഉഹു, അവന്റെ പരീക്ഷയും അതേപോലെ വരും. കാരണം എന്താ അറിയോ? അയാൾക്ക് ചെറിയ പരീക്ഷ കൊടുത്താൽ സുഖമായിട്ട് ആൾ രക്ഷപ്പെട്ടു പോകും, ഈസി ആയിട്ട് അങ്ങ് ജയിക്കും. ഈമാനിന്റെ ഉറപ്പനുസരിച്ച് ശക്തമായ പരീക്ഷകൾ നൽകും. അപ്പൊ ആ പരീക്ഷയും പ്രയാസമായിരിക്കും, ജയിക്കലും പ്രയാസമായിരിക്കും. ഇനി വഇൻ കാന ദീനുഹു, അവന്റെ ദീനാണെങ്കിൽ റിഖതൻ, കുറച്ചേ ഉള്ളൂ. എപ്പോഴെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടാറുണ്ട്, വല്ലപ്പോഴും അനുസരണക്കേട് വന്നു പോവാറുണ്ട്, അത്ര ഉറച്ചിട്ടില്ല എങ്കിൽ അവനുണ്ടാകുന്ന പരീക്ഷയും അതേപോലെ കുറവായിരിക്കും. എങ്കിൽ സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പരീക്ഷകൾ കൂടുന്നുണ്ട്, പ്രയാസങ്ങൾ കൂടുന്നുണ്ട്, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ നെട്ടോട്ടമോടുകയാണ്. പക്ഷെ കൂടെ നല്ല ദീനുണ്ട്. മനസ്സിലായിക്കൊള്ളണം, അള്ളാഹു നിനക്ക് ദുനിയാവ് കൂടുതൽ തന്ന് അള്ളാഹുമായിട്ടുള്ള ആ ബന്ധത്തെ കുറയ്ക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, മറിച്ച് പരീക്ഷകൾ തന്ന് ആ ബോധത്തോടെ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. ഇത് മനസ്സിലാക്കിയ അടിമ എന്ത് പറയും? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അയാളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി മായൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഇത് ചെറിയ ഈസിയായ കാര്യമല്ല. സത്യവിശ്വാസിന്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി മായൂല. അയാളുടെ മുഖത്ത് ദുഃഖത്തിന്റെ സങ്കടത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവൂല. കളോ മനസ്സിലാക്കുന്ന എന്താ അറിയോ? എന്റെ റബ്ബിത എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അങ്ങനെ മനസ്സിലാക്കിയാൽ അള്ളാന്റെ പരീക്ഷണങ്ങളെ അവന്റെ ദീൻ പരിഗണിച്ച്, സ്നേഹം പരിഗണിച്ച്, അള്ളാഹ് ഇങ്ങോട്ട് പരിഗണിച്ചിട്ട് തരുന്നതാണെന്ന് ബോധ്യപ്പെട്ടാൽ فما يبرح البلاء للعبد حتى يتركه يمشي على الارض ما عليه خطيئه. അള്ളാഹ് എത്രത്തോളം പരീക്ഷിക്കുന്നറിയോ? അവസാനം അയാൾ സഹിച്ച് 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 ക്ഷമിച്ച് മരിക്കുന്നതിന് മുമ്പ് ഒരു പോയിന്റിന് തെറ്റുകൾ, പാപത്തിന്റെ കറ പോലും ഇല്ലാതെ അള്ളാഹു ദുനിയാവിൽ അയാളെ ക്ലിയർ ആക്കും. വിശ്വാസിക്കുന്നതാണ് ആവശ്യം. അവസാനം മലക്കുൽ മൗത്ത് വന്ന് യാത്രക്ക് വിളിക്കുമ്പോഴും അയാൾ ആ പ്രയാസത്തിലായിരിക്കും. പക്ഷെ അയാളുടെ ഖൽബ് സൂര്യനേക്കാൾ അധികം പ്രകാശിക്കുന്ന തരത്തിൽ കറുപ്പുകൾ മാഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു പരീക്ഷിക്കും, ഫകാന ഖൈറൻ ലഹ്. മുഅ്മിൻ ക്ഷമിക്കും, അതവന് ഖൈറായിട്ട് തന്നെ ഭവിക്കുകയും ചെയ്യും.